നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, ഈ മൂന്നും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്, നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ IQ, ഇന്റലിജൻസ് കോഷ്യന്റിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളത് ഡിഫൈൻ ചെയ്തത്? കുറെ കാര്യങ്ങൾ കാണാതെ പഠിച്ച് അത് ആൻസർ പേപ്പറിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് ഹൈ മാർക്സ് വാങ്ങിക്കുന്നവരൊക്കെ ഇന്റലിജന്റ്, അവർ ഭയങ്കര ഇന്റലിജന്റ് ആണ്, അവള് ഭയങ്കര ഇന്റലിജന്റ് ആണ്, അവളെ പോലെ ആവണം, അവനെ പോലെ ആകണം എന്നൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് ഉള്ളിലേക്കൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കിയേ. കമ്പാരിസൺ അല്ലെ, ഇന്റലിജൻസിന്റെ പേരിലുള്ള അല്ലെങ്കിൽ ബുദ്ധിയുടെ പേരിലുള്ള അല്ലെ, AI എന്നുള്ളതിലെ രണ്ടാമത്തെ വാക്കാണ് ഞാൻ എടുക്കുന്നത്, ഇന്റലിജൻസ്. അതായത് നിങ്ങളുടെ ബുദ്ധിയുടെ പേരിലുള്ള കമ്പാരിസൺസ് അല്ലെങ്കിൽ നിങ്ങളെ വിലയിരുത്തുന്നത് ഒക്കെ അതിന്റെ പേരിലായ ഒരു ഘട്ടം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ടീച്ചറിന്റെ അല്ലേ? ഓക്കെ, ടീച്ചറിനെ ട്രോൾ ചെയ്തല്ല കേട്ടോ. ടീച്ചർ നമ്മുടെ ഒരു വൈബാണെന്ന് എനിക്ക് ആദ്യം സംസാരിച്ചപ്പോൾ തോന്നിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ടീച്ചറിനെ ചൂസ് ചെയ്തത്. അങ്ങനെയാണോ നിങ്ങൾ തോന്നുന്നു? ഓക്കെ, അപ്പോ നമ്മൾ AI-യിലേക്ക് വന്നു കഴിഞ്ഞാൽ AI മീഡിയയിൽ കൊണ്ടുവരുന്ന സ്വാധീനം, അല്ലെങ്കിൽ AI വന്നു കഴിയുമ്പോഴേക്കും, നേരത്തെ മിനിസ്റ്ററൂടെ പറഞ്ഞു AI വന്നാൽ മാധ്യമപ്രവർത്തകരുടെ പ്രത്യേകിച്ചും എന്റെയൊക്കെ ജോലി പോകുമെന്ന്. അങ്ങനെ പോവോ? തോന്നുന്നുണ്ടോ? ജോലി പോവോ? ഇപ്പൊ ഒരു AI പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിന് എന്റെ അതേ ഫിസിക്കുള്ള, എന്നെ പോലെ തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര സൗന്ദര്യമുള്ള ഒരു മോഡലിനെ നമ്മൾ അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? അതെന്താണ്? അപ്പോൾ ഇന്റലിജൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് AI-യെ നമുക്ക് എങ്ങനെ നമ്മുടെ IQ-വുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് ബെറ്റർ വേയിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒന്നും ഒന്നിനും പകരമല്ല, പക്ഷേ ചിലതിനെ നമുക്ക് കൂടുതലായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് അല്ലെ, നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാം. അതാണ് നേരത്തെ മാം പറഞ്ഞത്. കവിത എഴുതണം അല്ലെങ്കിൽ ഒരു കവിത വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ആ വ്യക്തി എഴുതിയ കവിതകൾ മുഴുവൻ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രസംഗം കേട്ടു, ആ പ്രസംഗത്തിലെ ആളുടെ ആ പ്രസംഗിച്ച ഭാഗം മാറ്റാൻ പറ്റും. അങ്ങനെയാണ് മിനിസ്റ്റർ പറഞ്ഞതെന്നാണ് ഞാനത് നോട്ട് ചെയ്തിരുന്നു. മിനിസ്റ്റർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പരാതി അതായിരുന്നു, അതായത് പ്രസംഗിക്കാത്ത ഭാഗവും കൂട്ടിച്ചേർക്കാമെന്ന്. അതുപോലെ തന്നെ മീഡിയ ലൈസ് അല്ലെ, കെട്ടുകഥകൾ. അങ്ങനെ കെട്ടുകഥകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞതിനെ മിസ്കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള മാർഗവും ഇതേ AI-യിലുണ്ട്. അതാണ് AI-യുടെ സാധ്യത. AI ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാം, അതേ AI ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഫാക്ട് ചെക്ക് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല മെഷറാണ് AI-യിലൂടെ നമുക്ക് കൈവരുന്നത് അല്ലെ. ഫ്രണ്ട്സ് തമ്മില് കള്ളം പറയാറില്ലേ? ഇല്ലേ? ഒരിടത്ത് നിന്നിട്ട് മറ്റൊരിടത്താണെന്ന് മെസ്സേജ് അയക്കാറില്ലേ? കള്ളം പറയണ്ട, അത് കള്ളമാവും അല്ലേ? നമ്മളൊക്കെ ചെയ്യും. നമ്മളൊക്കെ ചെറിയ 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 നുണകൾ പറയുന്നവരാണ്. നുണകൾ പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ നുണ. അപ്പോ ഈ മീഡിയ ലൈസ് എന്ന് പറയുന്നത് പോലെ ഒരാൾ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ മിസ്കോട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്താണ് നമ്മൾ പ്രയോഗിക്കുന്നതെങ്കിൽ അത് ഫാക്ട് ചെക്ക് ചെയ്യാനും ഒരു ന്യൂസ് റൂമിലേക്ക് AI വരുന്നതോടെ നമുക്ക് പറ്റും. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ ബൈറ്റുകൾ, അങ്ങനെയാണ് വിഷ്വൽ മീഡിയയിൽ പറയുന്നത്. കേട്ടിട്ടുണ്ടോ വാക്ക് ബൈറ്റ്? സൗണ്ട് ബൈറ്റ് കേട്ടിട്ടുണ്ട്? എത്ര പേര് കേട്ടിട്ടുണ്ട്? മീഡിയ പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ജേർണലിസം സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ വിഷ്വൽ മീഡിയ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിഷ്വൽ മീഡിയയിൽ താല്പര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം അല്ലേ? നിങ്ങൾ മറ്റ് ഇൻട്രസ്റ്റ് ഏരിയകൾ ഉള്ളവരാണ്. ആരെങ്കിലും ഫോഴ്സ്ഡ് ആയിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ടോ? ഇന്നത്തെ സെഷനിലേക്ക് ആളെണ്ണം തികയ്ക്കാൻ വേണ്ടി ഇത്ര പേർ പോകണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരുത്തിയിട്ടുണ്ടോ? ഇല്ല. സത്യമാണോ? സത്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സത്യസന്ധമായി വേണം നിങ്ങളുടെ റിപ്ലൈസ് വരണം. എന്നാലും നമുക്ക് ഈ സെഷൻ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. നമ്മൾ ആക്ച്വൽ സെഷനിലേക്ക് കടക്കണം. എല്ലാവരും എണീക്കോ? പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. AI-യോടല്ല, ആക്ച്വൽ ഹ്യൂമൻ ബീയിങ്സിനോടാണ്. AI എഴുന്നേക്കണ്ട. ഇരിക്കുന്നവരൊക്കെ അപ്പൊ AI ആണ്. ഇരിക്കുന്നവരൊക്കെ AI ആണ്. ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ക്വിക്ക് റിയാക്ഷൻ ആയിരിക്കില്ലേ? ഒന്നുകൂടെ നിന്നേ. ബിരിയാണിയുടെ ക്ഷീണം പോട്ടെ, എല്ലാവരും ഒന്ന് ചാരി ഇരുന്നെങ്കിൽ വിശ്രമിക്കാം. AI അല്ലാത്തവരൊക്കെ ഒന്ന് ഇരുന്നിട്ട്. AI ഇരുന്നോ? AI ഇരിക്കാം. എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. ആള് സ്വയം AI ആണെന്നാണ് വീട്ടിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെ നിർബന്ധിക്കുന്നില്ല. ഓക്കെ, ക്ഷീണം മാറിയോ? ഇനി ആരും ഉറങ്ങരുത്. ഇനി നിങ്ങളിലേക്ക് നമുക്ക് മൈക്ക് തരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ റെസ്പോൺസസ് വേണം. നമുക്ക് അങ്ങനെ വേണം ഇത് മുന്നോട്ട് പോകാനായിട്ട്.
ഒരു ട്രഡീഷണൽ, ഞാൻ മീഡിയയിലേക്ക് വരികയാണ്. AI-യുടെ സാങ്കേതികമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും, അതിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് മീഡിയ കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. നിങ്ങൾക്ക് കുറച്ചുകൂടി കേൾക്കാനും ചോദിക്കാനും ഒക്കെ താല്പര്യമുള്ളത് മീഡിയ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും. ആണോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തേ. ആണ്. എന്നാ താല്പര്യമുള്ള ഒരു ചോദ്യം ചോദിക്കാം, അപ്പൊ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. എന്ത് ചോദിക്കാം? എന്തോ മൈക്ക് കൊടുക്കോ? രക്ഷിതാവൊന്ന് ചാടി ചാടി നിന്നേ. നേരത്തെ പറഞ്ഞില്ലേ വിഷ്വൽ പേരെന്ന് പറയോ? എന്ന് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. നിഹാന, MBS ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരിന്തൽമണ്ണ വരുന്നത്. ഓക്കെ, ജേർണലിസ്റ്റ് വിദ്യാർത്ഥിയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ വിഷ്വൽ മീഡിയ നിങ്ങൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് വെച്ചില്ലേ? അതൊന്ന് കറക്റ്റ് ആയിട്ട് എന്താന്ന് പറഞ്ഞാല് ഒരിക്കൽ വികസിച്ചിട്ടുണ്ട് കേൾക്കാന്. എന്ന് വെച്ചാൽ എന്താ അറിയണ്ടേ? നമ്മളൊരു ചോദ്യം പറയുമ്പോ ആ ചോദ്യം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം. അതാണ് വിഷ്വൽ മീഡിയയിലെ ആദ്യത്തെ റൂൾ. മാം നേരത്തെ പറഞ്ഞില്ലേ? നേരത്തെ എന്താ പറഞ്ഞേ? എനിക്ക് ഓർമ്മയില്ല. പറയട്ടെ, ഞാൻ പറയട്ടെ. ഞങ്ങള് രാവിലെ സ്റ്റുഡിയോയിൽ വന്ന് മൈക്കപ്പ് ചെയ്ത് ഒരു ഷൂട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ജ്യൂസ് കുടിച്ച് നിൽക്കാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അതറിയാൻ താല്പര്യമുണ്ട്. എന്താണ് അവിടെ നടക്കുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെയാണ് ആ ജോലി ചെയ്യുന്നത് എന്നുള്ളത്. അതാണ് എന്റെ ചോദ്യം. ഓക്കെ, നിഹാനയുടെ ചോദ്യം. ഇതേ ചോദ്യം മനസ്സിലുള്ള എത്ര പേരുണ്ട്? 10 പേര് കൂടുതലുണ്ട് മറുപടി പറയാം. 10 പേര് കൂടുതലുണ്ട്. ഇല്ലെങ്കിൽ AI-യോട് ചോദിച്ചാൽ മതി എന്ന് ഞാൻ പറയാൻ വന്നതാണ്. അപ്പോ AI പറയുന്നില്ല, ഞാൻ തന്നെ പറയാം. ഒരു ന്യൂസ് ചാനലിൽ ഒരു ജേർണലിസ്റ്റിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സെലിബ്രിറ്റി ബംഗാളിയെ പോലെയാണ്. അതായത് നിങ്ങൾ ലൈവ് ലൈറ്റിൽ ഉണ്ടാകും, എല്ലാ ജോലികളും ചെയ്യേണ്ടി വരും അല്ലെ? ഞാൻ ബംഗാളി എന്നുള്ള നല്ല ഉദ്ദേശത്തിലാട്ടോ. നന്നായി ലേബർ ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിലുള്ളവരെക്കാളും നന്നായി ലേബർ ഫോഴ്സ് ഇപ്പോൾ അവരാണ് കൂടുതലായിട്ടുള്ളത്, അതിഥി തൊഴിലാളികൾ. അപ്പോ യഥാർത്ഥത്തിൽ അതാണ് ഒറ്റ വാക്കിലുള്ള ഉത്തരം, സെലിബ്രിറ്റി ബംഗാളി. ഞങ്ങളിതിനെ എങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോ അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, പാഷനോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് മടുപ്പില്ലാതെ ജോലി ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം വീണ്ടും ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും മാറി മാറി വരുന്ന ഒന്നുണ്ടാവും നമ്മുടെ ജോലിയിൽ. മറ്റൊരു ജോലിയിലും ഇല്ലാത്ത പ്രത്യേകതയാണ്. എന്താ 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 പറയും, പെട്ടെന്ന് പറ. എനിക്ക് ആകെ അരമണിക്കൂർ സമയമാണ് ഇവർ തന്നിരിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞോ. കണ്ടന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ന്യൂസ് ചാനലിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വാർത്ത അല്ലെ? പത്രത്തിന്റെയും കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വാർത്ത. അപ്പോൾ ആ കണ്ടന്റ് മാറി മാറി വരുന്നു. ആ കണ്ടന്റിന്റെ ഡെലിവറി ഓരോ ദിവസവും നമുക്ക് ഫ്രഷ് ആക്കാൻ പറ്റും ഇല്ലേ? ഫോർമാറ്റ്സ് സെയിം ആണെങ്കിലും നമുക്ക് ഫ്രഷ് ആക്കാൻ പറ്റും. അതിനാദ്യം വേണ്ടത് എന്താണ്? AI ആണോ? അല്ല, ആദ്യം വേണ്ടത് ലേണിംഗ് ആണ് അല്ലെ? നമുക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സ് വേണം. ഇപ്പൊ നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബഡീസിനെ പോലെ ഇന്ററാക്ട് ചെയ്യാൻ പോവാണെന്ന്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് അടുത്ത ദിവസത്തെ എന്റെ പ്രൊഫഷനിലെ എന്റെ പെർഫോമൻസിനെ മെച്ചപ്പെടുത്തും. ഓക്കെ, അപ്പോ ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ 6 മണിക്കാണ് ഫസ്റ്റ് ന്യൂസ് ബുള്ളറ്റിൻ. അതിനുശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് റിപ്പോർട്ടർ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? കുറച്ചുപേരുണ്ടോ? ഓക്കെ, ഭാഗ്യം. അപ്പോ ഇനിയുള്ളവരെല്ലാവരും കാണണം കേട്ടോ. അപ്പോ ആദ്യം ഈ ഒരു ന്യൂസ് ബുള്ളറ്റിനിലേക്ക് വരുന്നു. കുറച്ച് പേരൊക്കെ 6 മണിക്കൊന്നും എല്ലാവരും TV വയ്ക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ കുറച്ച് പേരെങ്കിലും കാണും. അതിനുശേഷമാണ് മോർണിംഗ് ഷോ എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് എല്ലാ ന്യൂസ് ചാനലുകളും കടക്കുന്നത്. അതിലേക്ക് ആങ്കർ ചെയ്യണമെങ്കിൽ എപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോരണം? 7 മണിക്ക് ഒരു ന്യൂസ് ഫ്ലോറിലേക്ക് ഫുൾ സെറ്റായി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വാർത്തകളുമായി ഇരിക്കണമെങ്കിൽ അതിൽ ലേണിംഗ് സംഭവിക്കണം. അതായത് ആ ദിവസത്തെ വാർത്തകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ഷോയുടെ അപ്പിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സെൽഫ് ഗ്രൂം ചെയ്യണം. അതായത് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടിയടിച്ച് റെഡി ആവണം, വേണ്ടേ? രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ കോ ആങ്കേഴ്സ് ഉള്ള ഷോ ആണെങ്കിൽ കോ ആങ്കേഴ്സും അതേ സമയം തന്നെ എത്തണം. ഇതിനെല്ലാമായിട്ട് നമ്മൾ എപ്പോഴായിരിക്കും പുറപ്പെടേണ്ടി വരിക വീട്ടിൽ നിന്ന്? നമ്മളൊരു 3:30-4 മണി ആ സമയത്ത് എഴുന്നേൽക്കണം. കാരണം എഴുന്നേറ്റാലല്ലേ വരാൻ പറ്റൂ. അപ്പോൾ ആ സമയം മുതൽ ഒരു വിഷ്വൽ മീഡിയ ജേർണലിസ്റ്റിന്റെ, അതായത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിന്റെ ദിവസം തുടങ്ങുകയാണ്. അവിടെ നിന്ന് പിന്നീട് ഈ ഷോയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന മേക്കപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, പിന്നെ ന്യൂസ് പേപ്പേഴ്സ് വായിക്കണം, ആ കണ്ടന്റ് എന്താണെന്ന് പഠിക്കണം, ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഗസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം കഴിഞ്ഞാണ് നിങ്ങളുടെ മുന്നിലേക്ക് 7 o'clock ചിരിച്ചുകൊണ്ട് വരുന്നത്. അതിനിടയിൽ ഒരു ഫാമിലി കൂടി റൺ ചെയ്യുന്ന, അല്ലാതെ ഒരു ഹൗസ് വൈഫിന്റെ റോൾ കൂടി നോക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനാണെങ്കിലോ വെറുതെ എഴുന്നേറ്റ് റെഡിയായി വരാൻ പറ്റുമോ?
പറ്റില്ല. എനിക്ക് 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളാണ്. ഒരാൾ 7ാം ക്ലാസ്സിലും ഒരാൾ 3ാം ക്ലാസ്സിലും പഠിക്കുന്നു. അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കണം. അതിന്റെ കൂടെ കരിയർ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോകണം. ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എത്ര പേർ ഇതിലേക്ക് പാഷനേറ്റ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നത്. ഈ ഫ്ലോറിലേക്ക് വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഈ ചുറ്റുമുള്ള ലോകം നമ്മളെ കാണുന്നത്, അല്ലേ? അവരുടെ മുന്നിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? നമുക്ക് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, നമ്മുടേതായ ടെൻഷൻസ് ഉണ്ടാകും, സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അതിനെ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യും? അതിന് മുന്നിൽ നമ്മൾ എന്തിടും? അതിന് മുന്നിലേക്കാണ് നമ്മൾ ഒരു ചിരിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വരുന്നത്. കാരണം നമ്മൾ ആ ഫ്ലോറിൽ കയറുന്ന നിമിഷം മുതൽ നമ്മൾ ആളുകളെ എന്റർടൈൻ ചെയ്യാൻ, അവർക്ക് ഇൻഫോർടൈൻമെന്റിലൂടെ അവരെ കൊണ്ടുപോകാൻ. ഇപ്പൊ വാർത്ത എന്ന് പറയുന്നത് വാർത്ത വായിക്കുകയാണോ? അല്ലല്ലോ, പ്രസന്റ് ചെയ്യല്ലേ. അപ്പൊ ആ പ്രസന്റേഷനിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കണം, നമുക്ക് കാര്യങ്ങൾ അറിയാമായിരിക്കണം, പിന്നെ നമ്മളത് പ്രസന്റ് ചെയ്യാനായിട്ട് പ്രസന്റബിൾ ആയിരിക്കണം. ഈ 3 കാര്യം ഉറപ്പാക്കി മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഫ്ലോറിലേക്ക് വരുന്നു, പ്രസന്റ് ചെയ്യുന്നു. അതിനിടയിൽ നിങ്ങളൊക്കെ കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സമയത്ത് കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ ലഞ്ച് സമയത്ത് കഴിക്കുമായിരിക്കും. ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ എനിക്ക് തോന്നുന്നില്ല കൃത്യമായി ഇതെല്ലാം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മൾ ഈ ജോലിയിൽ അത്രയും പാഷനേറ്റ് ആണെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡറിയാണ്. നമ്മൾ എന്താണോ കിട്ടുന്നത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, ചിലപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ക്ലബ് ചെയ്ത് ബ്രഞ്ച് ആയിരിക്കും കഴിക്കുക. ഈ മോർണിംഗ് ഷോ 10 മണിക്ക് തീർന്നതിന് ശേഷമാണ് ആ ഫ്ലോറിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ രാവിലെ 3:30 AM ആ സമയത്ത് തുടങ്ങിയ വർക്ക് തീരുന്നത് എപ്പോഴാണ്? 10 AM. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ന്യൂസ് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അവിടെ ഇപ്പോൾ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു എഡിറ്റോറിയൽ റോൾ കൂടിയുണ്ട്. അപ്പോൾ ആ എഡിറ്റോറിയൽ റോളിൽ ആ കാര്യങ്ങളും കൂടി ചെയ്യേണ്ടി വരും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ജോലി പല പല ഷോസിലൂടെ, എഡിറ്റോറിയൽ അസൈൻമെന്റ്സിലൂടെ അങ്ങനെ കടന്നുപോയി അത് അവസാനിക്കുന്നത് രാത്രി 10 മണിക്കാണ്. രാത്രി 9 മണിക്ക് ഞങ്ങൾക്ക് ഒരു ഷോ ഉണ്ട്, എല്ലാ എഡിറ്റേഴ്സും കൂടി ഇരിക്കുന്നത്, മീറ്റ് ദ എഡിറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അതിന് മുന്നിലുള്ള സമയമൊക്കെ ഞങ്ങൾ പരസ്പരം ആലോചിച്ച് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുകയാണെന്ന്. ആ ചർച്ച ചെയ്യേണ്ട വിഷയം മാത്രമാണ് ഞങ്ങൾ പരസ്പരം സംസാരിക്കുക, അല്ലാതെ വേറൊരു തരത്തിലും അതിൽ സംസാരിക്കാനുള്ള സമയമില്ല. അതാണ് സത്യം. പ്ലാനിങ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കാനോ ഒന്നുമില്ല. ഓരോരുത്തരും അതിനുവേണ്ടി ഹോംവർക്ക് ചെയ്യും. ഇതിന് കൂടെ തന്നെ ഓരോ വിഷയങ്ങൾ പഠിക്കണം. അതിനിടയിൽ ഡിബേറ്റ് അവതരിപ്പിക്കണമെങ്കിൽ ഡിബേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ന്യൂസ് ബുള്ളറ്റിൻസ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ബ്യൂറോസിലെ റിപ്പോർട്ടേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അവിടെ ഞാൻ 8 മണിക്കൂർ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യഥാർത്ഥ ജേർണലിസ്റ്റ് ആകാൻ നിങ്ങളെ ഒരിക്കലും സഹായിക്കില്ല. അങ്ങനെ 8 മണിക്കൂർ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം ബാൻഡിൽ മാത്രമേ ജോലി ചെയ്യാൻ താല്പര്യമുള്ളൂ എങ്കിൽ ഒരിക്കലും നമ്മൾ ജേർണലിസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കരുത്. കാരണം ആ ഒരു ടൈം ഫ്രെയിമിൽ ജോലി ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ നമുക്കൊപ്പം വന്നവർ അല്ലെങ്കിൽ നമ്മുടെക്കാൾ മുമ്പേ വന്നവർ, നമുക്ക് ശേഷം വന്നവർ, ഇങ്ങനെയാണല്ലോ നമ്മുടെ ഒരു കാലഘട്ടത്തെ നോക്കുക. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കുറേ ഫേസസ് കണ്ടിട്ടുണ്ടാവുമല്ലോ ചാനൽസിൽ, നിങ്ങളുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീനേജിൽ ഒക്കെ, അല്ലെ? ഇപ്പൊ ടീനേജ് തീർന്ന അടുത്തതിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇപ്പൊ കണ്ട പല ഫേസസും ഇപ്പൊ ഉണ്ടോ? നിങ്ങൾ റിപ്ലേസ് പറയണം, ഇല്ലേ? കുറെ ഫേസസ് ഒക്കെ സ്ക്രീനിൽ നിന്നും ഔട്ടായി, അല്ലെ? കുറെ പേര് ആ ജോലി വിടുന്നു. അതായത് ഈ പറയുന്ന പ്രഷർ ആയാലും അല്ലെങ്കിൽ ജോലി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നത് നമുക്ക്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഇത്രയും കാലം നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് ആ ജോലിയോടുള്ള എന്റെ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇത് എന്റെ പ്രൊഫഷനും എന്റെ പാഷനും സെയിം ആണ്. അതുകൊണ്ടാണ് ഇന്നിവിടേക്ക് ഇത്രയും മണിക്കൂർ യാത്ര ചെയ്ത് നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ടയർഡായിരിക്കുമ്പോൾ ഇത് പറയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഏത് ജോലിയിലേക്ക് വന്നാലും, അത് ജേർണലിസം ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, ഏതായാലും അതൊരു പാഷനാക്കി നിങ്ങൾക്ക് ആ പ്രൊഫഷനെ മാറ്റാൻ പറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ ജോലി വെറുത്തു പോകും, ഇല്ലേ? അപ്പൊ ഏത് ജോലിക്ക് പോയാലും നിങ്ങൾ അതിനെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക എന്ന് എനിക്ക് പ്രതീക്ഷിക്കാമോ? ഇത് ശരിക്കും ഔട്ട് ഓഫ് സിലബസ് പ്രിൻസിപ്പൽ വഴക്ക് പറയും, അല്ലേ മാം? ഓക്കെ, അപ്പൊ നിഹാന ആൻസർ ഓക്കെ ആണോ? ഓക്കെ ആണോ? ബാക്കിയുള്ളവർക്ക്, ബാക്കി കൈവൊക്കെയുള്ളവർക്ക് ഓക്കെ ആണ്? ഐ മീൻ നിങ്ങൾ ഒരുപാട് സമയം നിങ്ങളുടെ പാഷന്റെ പുറകെ ഓടിക്കൊണ്ട് ഒരുപാട് സമയം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ത്യജിക്കുന്നു പറഞ്ഞു. അതിനനുസരിച്ചിട്ടുള്ള സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എന്താണ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത്? ശമ്പളവും ജോബ് സാറ്റിസ്ഫാക്ഷനും രണ്ടും ഒരേ ത്രാസിൽ അളക്കരുത് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ജോലി വൃത്തിയായി ചെയ്ത് പൂർത്തിയാക്കണം. അതായത് നിങ്ങളുടെ പാഷനിൽ നിങ്ങൾക്ക് പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, പൂർണ്ണമായ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അക്കൗണ്ടിൽ വീഴുന്ന എത്ര പേർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയതെന്നായിരിക്കില്ല നോക്കുക, നിങ്ങൾ ആ വർക്ക് ഫിനിഷ് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും. പക്ഷെ നന്നായി വർക്ക് ഫിനിഷ് ചെയ്യുന്ന ഒരാൾക്ക് അതിനാനുപാതികമായിട്ടുള്ള പേർക്സ് അക്കൗണ്ടിൽ
അക്കൗണ്ടിൽ മന്ത്ലി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കിട്ടുന്ന ഒരാളാണ് ഞാൻ. Is the answer enough? ഓക്കെ. പിന്നെ ഈ സ്ത്രീകളോട് വയസ്സ് ചോദിക്കരുത്, പുരുഷന്മാരോട് ശമ്പളം ചോദിക്കരുതെന്നല്ല. പക്ഷെ ഞാനിവിടെ നിൽക്കുന്ന ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ്. അതായത് പുരുഷനോട് ചോദിക്കുന്നതോ സ്ത്രീയോട് ചോദിക്കുന്നതോ എന്നോട് ചോദിക്കാം, അതിനൊന്നും ബാരിയർ ഇല്ല. കാരണം ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സ്ത്രീ പുരുഷൻ അങ്ങനെ വിഭജിക്കേണ്ട ഒന്നല്ല. എല്ലാ ജോലിയും എന്താണോ ആ ജോലി, ഡോക്ടർ അല്ലാതെ ഫീമെയിൽ ഡോക്ടർ മെയിൽ ഡോക്ടർ അങ്ങനെയൊന്നുമില്ല. ഫീമെയിൽ IT പേഴ്സണൽ, മെയിൽ IT പേഴ്സണൽ അങ്ങനെയൊന്നുമില്ല. യു ആർ ഡൂയിങ് ദാറ്റ് ജോബ് അല്ലേ? അല്ലാതെ പെണ്ണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ ജോലി എന്താണോ, ആ ടൈറ്റിൽ എന്താണോ. സോ ഐ ആം എ ജേർണലിസ്റ്റ് കേട്ടോ. വനിത അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക എന്നെ വിളിക്കണമെന്നില്ല. ഓക്കെ, നമുക്കപ്പോൾ വിഷയത്തിലേക്ക് വരാം. നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുത്തെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അടുത്ത ടെക്നിക്കൽ സെഷന് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇതിൽ കണ്ടന്റ് ക്രിയേഷൻ, ഫാക്ട് ചെക്ക്, ഇത് രണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി അറിയാൻ താല്പര്യമുള്ള ഏരിയാസ് ആയിരിക്കും ഞാൻ കരുതുന്നു. ഇല്ലേ? കണ്ടന്റിനെ കുറിച്ച് ആരോ പറഞ്ഞു അല്ലേ? അപ്പോൾ കണ്ടന്റ് ക്രിയേഷനെ കുറിച്ചും ഫാക്ട് ചെക്കിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും ഇനി നിങ്ങളുടെ ഡീറ്റെയിൽഡ് സെഷൻ വരാൻ പോകുന്നത്. ആ ഏരിയയിലെ എക്സ്പേർട്ടായ ഒരാളാണ് ക്ലാസ് എടുക്കാനായി നിങ്ങളുടെ മുൻനിരയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം അതേക്കുറിച്ചായിരിക്കും കൂടുതൽ സംസാരിക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിൽ ഈ സെഷൻ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമ്മൾ കുറെ ഇന്നോവേഷൻസ് കാണുന്നുണ്ടല്ലേ? കോവിഡ് കാലത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ കണ്ട ഒരു ഇന്നോവേഷൻ എന്താണെന്ന് പറയാമോ? നിങ്ങളൊക്കെ സിനിമ കാണുന്നവരാണോ? കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെയാണ് സിനിമ കണ്ടേ? OTT എന്ന് പറയുന്ന ഇന്നോവേഷൻ പെട്ടെന്ന് നമ്മുടെ വീടുകളിലേക്ക് വന്നു അല്ലേ? അത്രയും നാൾ സ്മാർട്ട് TV വാങ്ങിക്കാന്ന് പറയാത്തവർ വരെ വാങ്ങിച്ചു അല്ലേ? അതുപോലെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുന്നു. OTT എന്ന് പറയുന്നത് നമുക്ക് എത്ര പെട്ടെന്നാണ് ആ ഒരു ഏരിയ നമുക്ക് പരിചിതമായത്? AI എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ടാവും? എത്രയായിട്ടുണ്ടാവും? ആൻസർ ഉറക്കെ പറയാമോ? കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ടെക്നോളജി, ഇന്നോവേഷൻ, പിന്നെ അതുപോലെ തന്നെ ന്യൂ ടേംസ് അല്ലെ? പുതിയ ടേംസ് നമുക്ക് ഫെമിലിയർ ആകാനായിട്ട് കുറച്ച് സമയം മതി. നേരത്തെ അങ്ങനെയായിരുന്നു? നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ സ്മാർട്ട് ഫോൺ എന്ന് കേട്ടു തുടങ്ങിയത് ഏത് പ്രായത്തിലാണ്? ഇപ്പൊ എല്ലാവരും 20 years ഒക്കെ ഉള്ള ആളുകളല്ലേ? എത്രയായിരിക്കും സ്മാർട്ട് ഫോൺ? അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു സ്മാർട്ട് ഫോൺ, ടച്ച് സ്ക്രീൻ ഉള്ള ഫോണില്ലേ സ്മാർട്ട് ഫോൺ? എപ്പോഴായിരിക്കും നിങ്ങളുടെ കയ്യിൽ ആദ്യം വന്നിട്ടുണ്ടാവുക? 10 years അല്ലേ? അതായത് 10 years ബാക്ക്. അപ്പോ നിങ്ങൾക്ക് 10 വയസ്സുള്ളപ്പോൾ നിങ്ങൾ കണ്ട ആ ടെക്നോളജി, അതിനു മുൻപ് വരെ നമ്മൾ ഡയൽ ചെയ്ത് ഉപയോഗിച്ചിരുന്നതിന് പകരം നമ്മൾ സ്വൈപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്വൈപ്പ് ചെയ്യുന്നത് കാണുകയോ അല്ലെങ്കിൽ ചെയ്തു തുടങ്ങിയിട്ടോ 10 വർഷമായി നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫിൽ അല്ലേ? ഇപ്പൊ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? ബേസ് ഫോൺ ഉപയോഗിക്കുന്ന, അതായത് കീപാഡിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ശബ്ദം കേൾക്കുന്ന ബേസ് ഫോൺ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ വീടുകളിലും ആ മാറ്റം കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പൊ ടെക്നോളജിക്ക് അനുസരിച്ച് ആരാ മാറിയേ? നമ്മൾ മാറിയല്ലേ? നമ്മളെന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്യുന്നവരോ സ്റ്റുഡൻസോ മാത്രമാണോ? അല്ല. കർഷകർ മാറി അല്ലേ? വീട്ടമ്മമാര് മാറി, മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകൾ മാറി. ഇപ്പൊ നിങ്ങൾക്ക് ഈ റോഡിലൊക്കെ ഇരുന്ന് മീൻ വിൽക്കുന്നവരുടെ അടുത്ത് നിങ്ങൾ QR കോഡ് കാണുന്നില്ലേ? ഈ ഡിജിറ്റൽ പേയ്മെന്റ്സിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് വന്നപ്പോഴേക്കും ഇത് എന്തിനാ, ഇത് ആർക്ക് ഉപയോഗപ്പെടാനാന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഇല്ലേ? അതുപോലെ തന്നെയാണ് AI-യുടെ കാര്യവും. AI എന്തിനാണ്? അത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതല്ലേ? തൊഴിലില്ലാതാക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ AI എന്ന് പറയുന്നതും നമുക്ക് പല പല ജോബ് റോൾസിൽ ആവശ്യമായി വരുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ പുതിയ രൂപമാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ AI രചിതയ്ക്ക് പകരമാവോ? ഇല്ല. രചിത എന്ന് വിളിച്ചാൽ സ്നേഹത്തോടെ നടന്നുവരാൻ രചിത തന്നെ വേണം അല്ലേ? നിങ്ങളോട് സ്നേഹത്തോടെ, അതായത് വിത്ത് ഇമോഷൻസ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മറുഭാഗത്തുള്ളത് ഒരു ഹ്യൂമൻ തന്നെ വേണം. അല്ലാതെ AI ഒരിക്കലും ഒരു മനുഷ്യന് പകരമാകില്ല. പക്ഷേ AI-യുടെ സാധ്യതകൾ അതെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ടേം, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് വരാൻ പോകുന്നു. കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ കൂടിപ്പോയോ? മടുത്തേക്ക് പറയണേ, നമുക്ക് അപ്പം നിർത്താം. എന്നാലും ഉഷാറില്ലല്ലോ മക്കളെ. എന്ത് പറ്റി? എല്ലാവർക്കും വീട്ടിൽ പോകാനുള്ള ഒരു മൂഡിലായോ? നോ. അപ്പോ സിന്തറ്റിക് മീഡിയ എന്ന് കേട്ടിട്ടുണ്ടോ? സിന്തറ്റിക് റബ്ബർ കേട്ടിട്ടുണ്ടാവും അല്ലേ? സിന്തറ്റിക് മീഡിയ നിങ്ങൾ ഇനി പരിചയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറാൻ പോകുന്നത് ഈ സിന്തറ്റിക് മീഡിയയാണ്. അതായത് AI അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ. നിങ്ങൾ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് കേട്ടിട്ടില്ലേ? വെർച്വൽ റിയാലിറ്റി, എക്സ്റ്റൻഡഡ് റിയാലിറ്റി, അതൊക്കെ വന്നപ്പോൾ നമ്മൾ അതിനെയെല്ലാം, അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരു റിയൽ സ്പേസിലാണ് അല്ലേ? ഞാൻ എന്റെ സ്റ്റുഡിയോയിൽ ഇതുപോലെ റിയൽ സ്പേസിലാണോ നിൽക്കുന്നത്?
അല്ല, അത് ഓഗ്മെന്റഡ് റിയാലിറ്റി സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അവിടെ വന്ന് ഇരിക്കുന്ന ഏരിയ, അല്ലെങ്കിൽ ഏത് ന്യൂസ് ചാനൽ ആയാലും നിങ്ങൾ വന്ന് ഇരിക്കുന്ന ഏരിയ, അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ടച്ച് ചെയ്യുന്ന ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പലതരത്തിലുള്ള ഇമേജസ്, അഡ്വർടൈസ്മെന്റ്സ്, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പെയിന്റ് പാട്ടയൊക്കെ നിന്ന് കറങ്ങുന്ന കാണാറുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് പറയാം. പെയിന്റിന്റെ ബർജർ വെതർ കോട്സിന്റെ ഒക്കെ ഇങ്ങനെ പെയിന്റിന്റെ ഇങ്ങനെ തിരിയുന്നതൊക്കെ കാണാറില്ലേ? അതൊക്കെ ശരിക്കും അവിടെ നിന്ന് തിരിയുന്നതാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ AR ഉം VR ഉം ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ആക്ച്വലി അവിടെ എന്താണുള്ളത്? എന്തായിരിക്കും ഉള്ളത്? അവര് ഗ്രീൻ സ്ക്രീൻ ആണ് ഉണ്ടാവുക. ആ ഗ്രീൻ സ്ക്രീനിലേക്ക് ഒരു ടെക്നോളജി കൊണ്ടുവന്നിട്ട് ഇത്രയും ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ പറ്റുന്നില്ലേ? ആ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ 3 പേർ എൻ്റെ കൂടെ ഇരിക്കുകയാണ്. ശരിക്കും ഇല്ലാത്ത ആളുകളെ, ഇല്ലാത്ത ഒരു നരേന്ദ്രമോദിയെ ശരിക്കും ഉണ്ട് കേട്ടോ. സ്റ്റുഡിയോയിൽ ഇല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ലാത്ത ഒരാളെ, ഒരു പൊളിറ്റീഷ്യനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഒക്കെ നമ്മൾ ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അവിടെ എന്താ ഉള്ളത്? അവിടെ ഒന്നുമില്ല. അവിടെ ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ് അത് ഉണ്ടെന്ന രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുന്നത്. പക്ഷേ സ്ക്രീനിൽ കാണുന്ന ആളുകൾക്ക് ഇവിടെയുള്ള ഞാൻ കാണാത്ത കാര്യങ്ങൾ കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് AI-ക്ക് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത തെറ്റ് പോലും കണ്ടെത്താൻ കഴിയും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഫാക്ട് ചെക്ക്. ആ ഫാക്ട് ചെക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, അതിനുള്ള ടൂൾസ് എന്താണ് എന്നുള്ളതാണ് അടുത്ത സെഷനിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്പെറൻസി, അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വാക്കുകളിലൂടെ പോകാം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ബോറടിക്കും. ട്രാൻസ്പെറൻസി, ആ വാക്ക് കേട്ടിട്ടുണ്ടോ? എവിടെയാ കേട്ടിട്ടുള്ളത്? ട്രാൻസ്പെറൻസി നമ്മൾ മീഡിയയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ട്രാൻസ്പെറൻസി മീഡിയ എത്തിക്സ് അല്ല, ട്രാൻസ്പെറൻസി. എനി ഐഡിയ? ഞാൻ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞതിനെ കുറിച്ച്, കണ്ടന്റ് വെരിഫിക്കേഷനെ കുറിച്ച്, അല്ലേ? കണ്ടന്റ് വെരിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് ട്രാൻസ്പെറൻസി. നിങ്ങൾ ഡീപ് ഫേക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? രശ്മിക മന്ദാനയുടെ ഡീപ് ഫേക്ക് കണ്ടിരുന്നോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറയാം, എന്നാലേ ഇത് മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഡീപ് ഫേക്ക് എന്താണെന്ന് അറിയാം? ഡീപ് ഫേക്ക് കേട്ടിട്ടുള്ളവർക്ക് കൈപൊക്കിക്കേ, അല്ലെങ്കിൽ ആ ഡീപ് ഫേക്ക് വീഡിയോ കണ്ടിട്ടുള്ളവർ കൈപൊക്കിക്കോ. ടീച്ചേഴ്സിന് കുഴപ്പമില്ലല്ലോ? ഇല്ല. ഡീപ് ഫേക്ക് വന്നതിനെ കുറിച്ചുള്ള വാർത്ത കണ്ടിരുന്നു, അതിന് പിന്നീട് കംപ്ലൈന്റ്സിലേക്ക് പോയതുമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഡീപ് ഫേക്ക് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് അത് ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണോ? ഡീപ് ഫേക്ക് ഡിറ്റക്ഷൻ ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ AI ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമുക്ക്, അതായത് രശ്മിക മന്ദാന എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അതല്ലേ? അപ്പോൾ അവർക്ക് അവിടെ അത് കണ്ടെത്തുന്നതിനായി, അതെന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ടൂൾ ആവശ്യമായി വന്നു, ഇല്ലേ? അപ്പോൾ AI എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാർട്ട് ആൻഡ് പാർസലായി വന്നു ചേരാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ? In my heart you dwell. Your smile just keeps me warm, yes I can tell. So I will hold you with the finest, softest and the best. Oh yes I will. Oh please, yes please. Poppies, the way we love, the way we care.